ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റ്സ്ഫിയർ. നിയോ ക്ലാസിക്കൽ പീരീഡിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ദ നിയോ ക്ലാസിക്കൽ പീരീഡ് വാസ് എ മൂവ്മെൻറ്റ് ദാറ്റ് റിവൈവ്ഡ് ക്ലാസിക്കൽ ഐഡിയൽസ് ഓഫ് ഓർഡർ, റീസൺ ആൻഡ് ഹാർമണി ഇൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, റിജക്റ്റിംഗ് ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ. റിനൈസൻസിൻ്റെ കാലത്ത് ഇമാജിനേഷനും ഇമോഷനും ഹ്യൂമനിസത്തിനുമായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ റിനൈസൻസിന് ശേഷം ആളുകൾക്ക് തോന്നി ആർട്ടിലും ലിറ്ററേച്ചറിലും ഓർഡറും ഡിസിപ്ലിനും റീസണും ഒക്കെ വേണമെന്ന്. അങ്ങനെ ഇമാജിനേഷനപ്പുറം ലോജിക്കിനെയും റൂൾസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് എമേർജ് ചെയ്ത ലിറ്റററി മൂവ്മെൻറ്റാണ് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റ്. ഇവിടെ നിയോ എന്ന വേർഡ് ന്യൂ എന്നതിനെയും ക്ലാസിക്കൽ എന്നത് ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ആൻഡ് റോമൻ ഐഡിയൽസിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പീരീഡിലെ റൈറ്റേഴ്സ് ഓൾഡ് ക്ലാസിക്കൽ ഐഡിയൽസിനെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പീരീഡിന് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റ് ഓർ നിയോ ക്ലാസിസം എന്ന പേര് വന്നത്. ഇനി നമുക്ക് ഈ പീരീഡിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റ് ബിഗൻ ആഫ്റ്റർ ദ റെസ്റ്റോറേഷൻ ഓഫ് കിങ് ചാൾസ് സെക്കൻഡ് ഇൻ 1616. 1660 കിങ് ചാൾസ് സെക്കൻഡിൻ്റെ റെസ്റ്റോറേഷന് ശേഷമാണ് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ടാവുന്നത്. അതുകൊണ്ട് റെസ്റ്റോറേഷൻ ഏജ് എന്നും നിയോ ക്ലാസിക്കൽ പീരീഡിനെ വിശേഷിപ്പിക്കാറുണ്ട്. റെസ്റ്റോറേഷൻ എന്നാൽ റിട്ടേൺ ഓഫ് മൊണാർക്കി. ഇവിടെ ചാൾസ് സെക്കൻഡ് തിരിച്ച് ത്രോണിലേക്ക് കിങ്ങിൻ്റെ റൂളിലേക്ക് വന്നതാണ് റെസ്റ്റോറേഷൻ. ഈ ചാൾസ് സെക്കൻഡിൻ്റെ ഫാദർ ചാൾസ് ഫസ്റ്റ് പാർലമെൻറ്റിനെ ഇഗ്നോർ ചെയ്ത് കിങ്ങിൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടൊരു സിവിൽ വാർ നടന്നു. അതിൽ പാർലമെൻറ്റ് ജയിച്ചു. കിങ് ചാൾസ് ഫസ്റ്റ് തോറ്റുപോയി. പിന്നീട് ഒലിവർ ക്രോംവെൽ എന്ന പാർലമെൻറ്റ് ആർമിയിലെ ലീഡർ കോമൺവെൽത്ത് ഗവൺമെൻറ് എന്ന പേരിൽ റൂൾ ചെയ്തു. പക്ഷേ ക്രോംവെല്ല് തിയേറ്റേഴ്സും എൻ്റർടൈൻമെൻറ്റും ലിറ്ററേച്ചറും ഒക്കെ ബാൻ ചെയ്തു. റിലീജിയസ് റൂളായിരുന്നു ക്രോംവെല്ലിൻ്റേത്. അങ്ങനെ ക്രോംവെല്ല് മരിച്ചപ്പോൾ ഗവൺമെൻറ് വീക്കായി. ജനങ്ങൾ ബോർഡ് ആൻഡ് ഫെഡപ്പായി. അവർക്ക് തിയേറ്ററും സെലിബ്രേഷനും ഒക്കെ തിരിച്ചു വേണമായിരുന്നു. ഗവൺമെൻറ് വീക്കായപ്പോൾ ആസ് യൂഷ്വൽ മൊണാർക്കി തിരിച്ചു വന്നു. ചാൾസ് ഫസ്റ്റിൻ്റെ സണ് ചാൾസ് സെക്കൻഡ് ത്രോണിലേക്ക് കയറി. കൂടെ ആർട്ടും തിയേറ്ററും ലിറ്ററേച്ചറും ഒക്കെ തിരിച്ച് ഫ്ലറിഷ് ചെയ്തു. ഇതാണ് നിയോ ക്ലാസിക്കൽ പീരീഡിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്. നിയോ ക്ലാസിക്കൽ പീരീഡിന് 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് റെസ്റ്റോറേഷൻ ഏജ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേജാണ് അഗസ്റ്റൻ ഏജ്. ഇത് 1700 to 1745 വരെ നീണ്ടു നിന്നു. ഈ ഒരു പീരീഡിൽ റോമൻ എംപറർ അഗസ്റ്റസിൻ്റെ കാലത്തെ പോലെ ലിറ്ററേച്ചറിൽ പെർഫെക്ഷനും എലഗൻസും നിറഞ്ഞു നിന്ന കാലമായിരുന്നു. സോ ഈ പീരീഡിനെ അഗസ്റ്റൻ ഏജ് എന്ന് വിളിക്കുന്നു. ഈ പീരീഡിനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഗോൾഡൻ ഏജ് എന്നും പറയാം. കാരണം ലിറ്ററേച്ചറിലെ ഏറ്റവും ഉയർന്ന നിലവാരം ഈ ടൈമിലാണ് കണ്ടത്. നിയോ ക്ലാസിക്കൽ പീരീഡിൻ്റെ ലാസ്റ്റ് ഫേസാണ് ഏജ് ഓഫ് ജോൺസൺ എന്നത്. ഇത് 1745 to 1798 വരെ നീണ്ടു നിന്നു. ഈ ടൈം ഡോക്ടർ സാമുവൽ ജോൺസൺ ആയിരുന്നു മോസ്റ്റ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി ഫിഗർ. എല്ലാ റൈറ്റേഴ്സും തിങ്കേഴ്സും സംഹൗ ജോൺസൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ടൈമിന് ദ ഏജ് ഓഫ് ജോൺസൺ എന്ന് അറിയപ്പെടുന്നത്. ഓൾസോ ഇതൊരു ട്രാൻസിഷൻ പീരീഡ് കൂടി ആയിരുന്നു. നിയോ ക്ലാസിക്കൽ പീരീഡിനും റൊമാൻസിസത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം എന്നതുകൊണ്ടാണ് ഈ ഏജിനെ ട്രാൻസിഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. റീസൺ, ഓർഡർ, ബാലൻസ് എന്നിവയ്ക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നെങ്കിലും ഫീലിങ്സും ഇമാജിനേഷനും റൊമാൻറ്റിക് മൂവ്മെൻറ്റിലേക്ക് സ്ലോലി കടന്നു പോവുകയാണ് ചെയ്തത്. എൻലൈറ്റൻമെൻറ്റ് എന്നൊരു ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് നിയോ ക്ലാസിക്കൽ പീരീഡിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് റീസൺ ആണ്. റീസൺ, ലോജിക്, ഇൻ്റലക്ച്വൽ തിങ്കിങ് ഇങ്ങനെയുള്ള ഐഡിയൽസിനെയാണ് എൻലൈറ്റൻമെൻറ്റ് ഹൈലൈറ്റ് ചെയ്തിരുന്നത്. നമുക്കറിയേണ്ടത് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റിൽ എൻലൈറ്റൻമെൻറ്റ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു എന്നതാണ്. നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റും ഈ സെയിം ഐഡിയൽസിനെയാണ് ഫോളോ ചെയ്തത്. ഇമോഷൻ അല്ല, പകരം ക്ലാരിറ്റിയും ഡിസിപ്ലിനും അതിലുപരി മോറൽ പർപ്പസിനെയുമാണ് നിയോ ക്ലാസിസം പ്രൊമോട്ട് ചെയ്തത്. ഇറ്റ് മെയ്ഡ് നിയോ ക്ലാസിസം എ ലിറ്റററി ഫോം ഓഫ് ദ എൻലൈറ്റ്മെൻറ്റ് സ്പിരിറ്റ്. ഇനി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ഫീച്ചേഴ്സിലും വരുന്നത്. എന്നാലും നമുക്കതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇമിറ്റേഷൻ ഓഫ് ക്ലാസിക്സ്. ഗ്രീക്ക് ആൻഡ് റോമൻ ഐഡിയൽസിനെയാണ് അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ക്ലാസിക്സിനെയാണ് നിയോ ക്ലാസിസം ഫോളോ ചെയ്തത്. നെക്സ്റ്റ്, എംഫസൈസ് ഓൺ റീസൺ. ഇമോഷന് ബിയോണ്ടായി ലോജിക് ആൻഡ് ഇൻ്റലക്റ്റിനെ വാല്യൂ ചെയ്തു. മൂന്നാമത്തെ ഫീച്ചർ മോറൽ ആൻഡ് ഡിഡാക്റ്റിക് പർപ്പസ് ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് മാത്രം ഉള്ളതല്ല, അതിനൊരു മോറൽ പർപ്പസ് കൂടി ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു ഫീച്ചറിൽ പറയുന്നത്. നാലാമത്തെ ഫീച്ചർ അർബനിറ്റി ആൻഡ് വിറ്റാണ്. റിനൈസൻസിലെ വില്ലേജ് ലൈഫ്, നേച്ചർ ഇതിനെയൊക്കെ മാറ്റി നിർത്തി സിറ്റി ലൈഫിനെയും പോളിഷ്ഡ് മാനേഴ്സിനെയുമാണ് നിയോ ക്ലാസിക്കൽ മൂവ്മെൻറ്റിൽ പോർട്രേ ചെയ്തിരുന്നത്. അതും ഹ്യൂമറും വിറ്റും യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെയാണ് സറ്റയർ, കോമഡി ഓഫ് മാനേഴ്സ് ഒക്കെ വരുന്നത്. ആൻഡ് ഫൈനലി മേജർ റൈറ്റേഴ്സ് ആൻഡ് വർക്ക്സ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ജൊനാഥൻ സ്വിഫ്റ്റ്, സാമുവൽ ജോൺസൺ ഇവരൊക്കെ നിയോ ക്ലാസിക്കൽ പീരീഡിലെ മേജർ റൈറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ജോൺ ഡ്രൈഡൻ്റെ മെക്ഫ്ലക്നോ, അലക്സാണ്ടർ പോപ്പിൻ്റെ ദ റേപ്പ് ഓഫ് ദ ലോക്ക് ഇത് രണ്ടും മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള മോക്ക് എപ്പിക് പോംസ് ആണ്. ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസ് ഒരു സറ്റേറിക്കൽ പ്രോസ് ഫിക്ഷനാണ്. ഡ്രൈഡനെയും പോപ്പിനെയും സ്വിഫ്റ്റിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് സാമുവൽ ജോൺസൺ എഴുതിയ ഒരു ബയോഗ്രഫിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ വർക്കാണ് ദ ലീവ്സ് ഓഫ് ദ പോയിറ്റ്സ്.
ലിറ്റററി മൂവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ മേജർ റൈറ്റേഴ്സിനെയും അവരുടെ വർക്ക്സിനെയും ഒക്കെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആവും.